ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രതീഷ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രതീഷ് കുമാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2 ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഫുൾ 3Dയും കുറിച്ചാണ്. ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൊല്ലത്തുള്ള മിസ്റ്റർ ബിജുവിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ഈ ചാനലിൽ ഏകദേശം 300-ൽ കൂടുതൽ വീടിൻ്റെ തന്നെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുതിയ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടില്ല എങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ഫുൾ 3D. ഈ വീടിന് 2 ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 968 സ്ക്വയർ ഫീറ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയുടെ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഗ്ലാസ്, അതായത് നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കാണാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമ്മളൊരു പ്രയറിംഗ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് മൂവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഫ്രിഡ്ജ് വെക്കാനൊരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ലിവിംഗ് ഏരിയയിൽ നിന്ന് കാണുന്ന ആ ഒരു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ ഒരു ഗ്ലാസ് ആണ് നമ്മൾ ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കൂടാതെ ഇവിടെയായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ, അതായത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ടും ഓരോ ബെഡ്റൂമുകൾ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് നോക്കാം.
അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 12 ഫീറ്റ് നീളവും 10 ഫീറ്റ് വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ഈ ബെഡ്റൂമിനും സെയിം സ്പേസ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 10 ഫീറ്റ് വീതിയും 12 ഫീറ്റ് നീളവുമാണ് ഈ ബെഡ്റൂമിനും നമ്മൾ കൊടുത്തിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമിനും നമ്മൾ പ്രത്യേകിച്ച് അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ട് ബെഡ്റൂമിനും മിഡിലായിട്ട് നമ്മളൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന്റെ ഫുൾ 3D നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ഹാഫ് 3D ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ഹാഫ് 3D. ഈ ഹാഫ് 3D കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം, അതായത് ഓരോ റൂമിന്റെ സ്പേസും അതുപോലെ ബാത്റൂമിന്റെ സ്പേസ്, നമ്മൾ ലിവിംഗ് ഏരിയയുടെ ഡൈനിങ് ഏരിയയുടെ സ്പേസ് ഒക്കെ കൃത്യമായിട്ട്, അതായത് എവിടെയൊക്കെയാണ് നമ്മൾ ബെഡ് സ്പേസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ വീടിന്റെ ഹാഫ് 3Dയും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ പ്ലാൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഈ വീടിന് 2 ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ആയിട്ടാണ് നമ്മൾ കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആയിട്ട് ചെറിയൊരു സിറ്റ് ഔട്ട് കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറിയെത്തുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു ലിവിംഗ് ഏരിയ, അത്യാവശ്യം വലിയൊരു ലിവിംഗ് ഏരിയ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും ഈ ഭാഗത്തായിട്ടുമാണ്. TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്രയറിംഗ് ഏരിയ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ട് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതായത് അത്യാവശ്യം ഡിസ്റ്റൻസ് ഈ ഒരു വാഷിംഗ് ഏരിയയിൽ നിന്ന് കൊടുക്കാനാണ് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മാറിയിട്ട് നമ്മൾ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജ് വെക്കാനൊരു സ്പേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ ഈ ഒരു ഭാഗത്തായിട്ടും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്ലാസ് നമ്മൾ കൊടുത്തു. അതായത് ലിവിംഗ് ഏരിയയിൽ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരു കിച്ചണിന്റെ ഈ ഒരു ഗ്ലാസ്സിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഈ ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നിന്നും നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ 2 ബെഡ്റൂമിനും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2 ബെഡ്റൂമിന്റെ മിഡിലായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഭാഗത്തേക്കുള്ള സ്പേസ് വരുന്നത് 1040 സെന്റിമീറ്റർ ആണ്. അതായത് 10 മീറ്ററും ഒരു 40 സെന്റിമീറ്ററും ആണ് ഈ വീടിന്റെ വീതി വരുന്നത്. നീളം അതുപോലെ തന്നെ ഏകദേശം 10 മീറ്ററും 40 സെന്റിമീറ്റർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 968 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീടിന്റെ പ്ലാനും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും, അതായത് മാക്സിമം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.